എന്നൊക്കെ നമ്മുടെ ഹൃദയത്തിൽ പിശാച് ചില തോന്നലുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിനകത്ത് പറയാ, അത് താഴ്ന്നിരിക്കാൻ റെഡിയാണെങ്കിൽ, അവന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ അവന്റെ കരുണ ഇന്ന് നിന്നു പോയിട്ടില്ല. ഒരുവൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. 39-ാമത്തെ വാക്യം പറയുന്നു, മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിനകത്ത് പറയുക, ആ അന്ധൻ വിളിച്ചു പറഞ്ഞതുപോലെ കർത്താവേ എന്നോടൊന്ന് കരുണ ചെയ്യണമെന്ന് ഞാൻ എന്തിലെങ്കിലും ഇന്ന് പകൽക്കാലം എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ എന്തിലെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ബുദ്ധി കൊണ്ട് ഞാൻ നന്മ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് പിശാചിന്റെ തന്ത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു വരണം, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന്. ഹല്ലേലൂയ. നീ ഇന്ന് ആത്മാവിനകത്ത് നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ യേശു അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ഇന്ന് പകൽ ആത്മാവിനകത്ത് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? അറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഒന്നിൽ പുകഴുവാൻ നിൽക്കല്ല്, ഒന്നിൽ പ്രശംസിപ്പാൻ നിൽക്കരുത്. അത് അവന്റെ കരുണ മാത്രമാ. ഇന്ന് പകൽ അവന്റെ കരുണ നിന്നോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട് ഉണ്ടാകണമെന്ന് വരികിൽ ഇന്ന് പകലിൽ ഒരു നിലവിളി അകത്തുനിന്നുണ്ടാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ചെയ്തു. അവൻ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചു. കർത്താവ് എനിക്ക് കാഴ്ച കിട്ടണം എന്നവൻ ദൈവത്തോട് നിലവിളിച്ചു. യേശുവിനോട് കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് ആമേൻ. ആത്മാവിനകത്ത് തിരിച്ചറിയണം, ജഡത്തിനോട് പോരാടിക്കൊണ്ട് നന്മയുടെ വാതിലിനെ അടച്ചു കളയുന്ന ഏതെങ്കിലും പിശാചിക ശക്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാൽ ആത്മാവിനകത്ത് വിളിച്ചു പറയണം, കർത്താവേ എന്നോടൊന്ന് കരുണ ചെയ്യണം, എൻ്റെ കർത്താവേ എന്നോടൊന്ന് കരുണ ചെയ്യണം. ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും എന്നിൽ നന്മ ചെയ്യാതിരിക്കുന്നത്, നന്മ പ്രവർത്തിക്കാതിരിക്കുന്നത് എൻ്റെ ജഡത്തിൽ വ്യാപരിക്കുന്ന ശക്തിയാണെങ്കിൽ അതിന്മേൽ എൻ്റെ കർത്താവേ അങ്ങന്റെ മേലൊന്ന് ജയമെടുക്കണമെന്ന് യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ടൊന്ന് നിലവിളിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അവന്റെ നിലവിളിയുടെ മുൻപിൽ യേശുവിന്റെ പ്രാർത്ഥന കേട്ട ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചുവെന്ന് ദൈവവചനം പറയുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്തൊന്ന് തിരിച്ചറിയണം, കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ ഞാൻ താഴ്മയോടെ ഇരിക്കാൻ തയ്യാർ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേര് പറയുന്നുണ്ട്, എന്നിലെ എന്തെങ്കിലും നിഗളങ്ങൾ ഉണ്ടെങ്കിൽ, എന്നിലെ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നതാണ്. ഇന്ന് പകൽ ആത്മാവിനെന്ന് പറഞ്ഞേ, എൻ്റെ ജീവിതത്തിനകത്തെ അഹങ്കാരത്തിന്റെ വാക്കുകളോ നിഗളത്തിന്റെ വാക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ അതിനെ മാറ്റിയേ പോകാവുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മാറ്റിയേ പോകാവുള്ളൂ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റാർക്കും കൊടുക്കല്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റൊന്നിനും നിങ്ങൾ കൊടുക്കല്ല. ദൈവത്തിനെ ഉയർത്തേണ്ടവൻ ദൈവത്തിനെ